ഞാൻ ആദ്യമായിട്ട് കൂൺ കഴിക്കുന്നത് വളരെ പണ്ടാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. എന്താ ഇത്ര കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്നതെന്നല്ലേ. അതിനുശേഷം ഞാൻ കൂൺ കഴിക്കുന്നത് ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷമാണ്. അതായത് ഒരു 10-15 വർഷത്തിന് ശേഷം. ഒരിടിക്ക് ശേഷം മുളച്ച് വന്ന കൂണ് കൊണ്ട് അമ്മ അന്ന് ഉണ്ടാക്കിയ കറിയുടെ ടേസ്റ്റ് എൻ്റെ നാവിൽ നിന്ന് ഇന്നും പോയിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ കുറച്ച് കൂണ് വാങ്ങിച്ചായിരുന്നു. എന്നാൽ പിന്നെ ഒരു തോരൻ ഉണ്ടാക്കി കളയാമെന്ന് കരുതി. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണും ഒരു സവാളയുടെ പകുതിയും പിന്നെ ഒരു പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ച് ഇടുക. പിന്നീട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു പിടി തേങ്ങയും ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവാൻ വേണ്ടി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കൂൺ തോരൻ വെക്കുമ്പോൾ നമ്മൾ അതിലോട്ടേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കൂണിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇത്രയും ചെയ്താൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂൺ തോരൻ റെഡിയായി. ഇത് കൂടാതെ മോരൊഴിച്ച് വെച്ച മത്തങ്ങക്കറിയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ പാക്ക് ചെയ്യണം. നല്ല ചൂടുള്ള തേങ്ങ അരച്ച തെരണ്ടിക്കറിയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ പാത്രത്തിലേക്കാക്കുകയാണ്. അങ്ങനെ മെയിൻ ഐറ്റം വന്നിരിക്കുകയാണ്. ബസുമതി റൈസിൻ്റെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് എനിക്ക് കുക്കിങ്ങിന് അധികം സമയമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ബസുമതി റൈസ് ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ എന്ന് കരുതി ഞാൻ ബസുമതി റൈസാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ബസുമതി റൈസ് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്തു. അങ്ങനെ കൂൺ തോരനും കൂടെ ലഞ്ച് ബോക്സിലിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡിയായി. നിങ്ങൾ കൂണിനെ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുക എന്ന് കമൻറ്റ് ചെയ്യണേ. സോ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി വരുന്നതുവരെ ബായ്.